ജന്മം നീയൻ പുണ്യമാണെങ്കിൽ നിന്നോടൊത്തെനിക്കൊരു യാത്രയാവാ. കളിയും ചിരിയും കൊച്ചു പിണക്കവും നമുക്കീ യാത്രയിൽ കൂട്ടിനാകാം. നമുക്കീ യാത്രയിൽ കൂട്ടിനാകാം. ഈ ജന്മം നീയൻ പുണ്യമാണെങ്കിൽ നിന്നോടൊത്തെനിക്കൊരു യാത്രയാവാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിൻസ രാജു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത നല്ല ഫ്രഷ് ചീരയും പരിപ്പും തേങ്ങയുമൊക്കെ ചേർത്ത നല്ല നാടൻ ചീരത്തോരൻ. ചീര നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം ചിരകിയ തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്കിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ചീരയിലുള്ള വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളം മതിയാകും ചീര വെന്ത് കിട്ടാൻ. ഇപ്പോൾ ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ വെന്തുടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചീര പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം. താങ്ക്